ഹായ് മകളെ, +2 ഒക്കെ എത്തി. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു കറക്റ്റായുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾ +1 ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിയ ആളുകളായിരിക്കാം, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ ആളുകളായിരിക്കാം. +2 എത്തിയതിന് ശേഷം കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളൊരു പഠിപ്പിയാണോ, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, നിങ്ങൾ അല്ലെങ്കിൽ തീരെ മാർക്കൊന്നും കിട്ടാത്ത ഒരാളായി മാറിയോ എന്നുള്ളത് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമുക്കറിയാം, ഓരോ വിദ്യാർത്ഥിയും പഠിക്കേണ്ട രീതി വ്യത്യസ്തമാണ്. നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ പഠിക്കുന്ന എന്നല്ല, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി സാധാരണ രീതിയിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റോ പഠിക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കുറച്ചുകൂടി ഹൈ ലെവൽ വേണം. എന്നാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എങ്ങനെ പഠിക്കുക? ഏറ്റവും കൂടുതൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാൻ പോകുന്നത് മിക്കവാറും ആവറേജ് സ്റ്റുഡൻ്റ് എന്നായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഗസ്. കാരണം ഏറ്റവും കൂടുതലുള്ള കുട്ടികൾ ആവറേജ് സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എങ്ങനെ ഏറ്റവും ടോപ്പറായിട്ട് മാറണം, ആ രീതിയിൽ എങ്ങനെ പഠിക്കണം, അതിനെത്തണമെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പഠിക്കണം? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓണം എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എക്സാം നിങ്ങളുടെ സ്കൂളിന് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ഒരു എക്സാം ആയിരിക്കും +2 എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഈ എക്സാം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കൃത്യമായിട്ട് എങ്ങനെ ഫോളോ ചെയ്യണം, ഓരോ കോൺസെപ്റ്റുകൾ എങ്ങനെ വൃത്തിയിൽ പഠിക്കണം, എത്ര ഡീപ്പായിട്ടാണ് ഞാൻ ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതി പഠിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ലൈവുമായിട്ട് വരികയാണ്, ഒരു ലോഞ്ചുമായിട്ട് വരികയാണ്. സോ ഒരു കാരണവശാലും +2 വിദ്യാർത്ഥികളായാലും നിങ്ങളിത് മിസ്സാക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് എല്ലാവരോടും വരാൻ പറയുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാ. ബൈ.